തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിവിധ ഹിന്ദു സംഘടനകളെ ഒപ്പം നിർത്താനുള്ള നീക്കവുമായി സർക്കാർ. ഐക്യരാഷ്ട്രസഭയിൽ അമൃതാനന്ദമയി മലയാളത്തിൽ പ്രസംഗിച്ചതിന്റെ രജത ജൂബിലി ആഘോഷവേളയിലാണ് സംസ്ഥാന സർക്കാർ അവരെ ആദരിക്കുന്നത്. വൈകിട്ട് അമൃതപുരി ക്യാമ്പസിൽ നടക്കുന്ന ചടങ്ങിൽ ധനമന്ത്രി KN ബാലഗോപാലും സാംസ്കാരിക മന്ത്രി സജി ചെറിയാനുമാണ് അമൃതാനന്ദമയിയെ ആദരിക്കുക. SNDPയെയും NSSനെയും ഒപ്പം നിർത്തിയതിന് പിന്നാലെയാണ് അമൃതാനന്ദമയിയെയും കൂടെ കൂട്ടാനുള്ള ശ്രമമെന്നതാണ് ശ്രദ്ധേയം. കിരൺ ബാബു ചേരുന്നു. കിരൺ, സർക്കാരിന്റെ നീക്കം ശ്രദ്ധേയമാണ്, ഒട്ടും പ്രതീക്ഷിച്ചതുമല്ല. എന്താണ് ഈ നീക്കത്തിന് പിന്നിൽ? എപ്പോഴാണ് ഈ സംസ്ഥാന സർക്കാരിന്റെ ആദര ചടങ്ങ് നടക്കുക? സജിത്ത്, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എല്ലാവിധ ഹിന്ദു സമുദായ സംഘടനകളെയും വോട്ട് ഇടതുമുന്നണിക്ക് അനുകൂലമാക്കുക എന്നുള്ള തരത്തിലേക്കുള്ള വളരെ ആലോചിച്ചുറപ്പിച്ച നീക്കങ്ങളിൽ തന്നെയാണ് സർക്കാർ നിൽക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് മാതാ അമൃതാനന്ദമയിയുടെ UN പ്രസംഗം നടത്തിയതിൻ്റെ 25ാം വാർഷിക രജത ജൂബിലിയുടെ ഭാഗമായി സംസ്ഥാനത്തെ രണ്ട് പ്രധാനപ്പെട്ട മന്ത്രിമാർ, ധനമന്ത്രി KN ബാലഗോപാലും അതോടൊപ്പം തന്നെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും, ഈ രണ്ടുപേരും അമൃതപുരിയിലെത്തി അമൃതാനന്ദമയിയെ ആദരിക്കുന്നു എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ആദരം അമൃതാനന്ദമയിക്ക് എന്നുള്ളതാണ് ഇതിനെ നമുക്ക് കാണേണ്ടത്. എങ്ങനെയായിരുന്നു അമൃതാനന്ദമയിയോട് മുമ്പുണ്ടായിരുന്ന സർക്കാരിൻ്റെ നിലപാട് എന്നുള്ളതും കഴിഞ്ഞ കുറച്ചു കാലമായി അമൃതാനന്ദമയി മഠവും സർക്കാരുമായി ഉണ്ടായ ഒരു അടുപ്പം, ഇതെല്ലാം ഇതിൽ ഏറ്റവും പ്രധാനമാണ്. SNDP യൂണിയൻ്റെ പിന്തുണ ദീർഘകാലമായി ഉറപ്പിച്ചു നിർത്തുന്നു. ഒപ്പം ഇപ്പോൾ ദീർഘകാലമായി മറുപക്ഷത്ത് നിന്നിരുന്ന ഒരു സമയത്ത് അതിനിശ്ചിതമായി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയൊക്കെ വിമർശനം ഉന്നയിച്ചിരുന്ന NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ പിന്തുണ അടക്കം ഇപ്പോൾ സർക്കാരിന് അനുകൂലമായി വരികയും, അത് സാധാരണ ഒരു പിന്തുണ എന്ന് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഒരേ സമയം കോൺഗ്രസിനെയും BJPയെയും തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു പിന്തുണയിലേക്ക് വരുന്നു. ഇപ്പോൾ മറ്റ് ഹിന്ദു വിഭാഗത്തിൽ നിന്ന് വലിയൊരു വിഭാഗം വോട്ടൊക്കെ ശേഖരിക്കാൻ അല്ലെങ്കിൽ സ്വാധീനിക്കാൻ ശേഷിയുള്ള പ്രധാനപ്പെട്ട ഒരു ആത്മീയ നേതാവ് കൂടിയാണ് അമൃതാനന്ദമയി. അപ്പോൾ അമൃതാനന്ദമയിയെ കൂടി ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു നിലപാടിലേക്ക് അല്ലെങ്കിൽ ആ തരത്തിലേക്ക് ഒരു അടുപ്പം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമം കൂടി നടത്തുന്നു എന്നതിൻ്റെ ഫലം കൂടിയാണ്. രണ്ട് മന്ത്രിമാർ തന്നെ പോയി അമൃതാനന്ദമയി ഐക്യരാഷ്ട്രസഭയിൽ സംസാരിച്ചതിൻ്റെ 25ാം വാർഷികം, അത് അങ്ങനെ ഒരു മന്ത്രിമാർ പോയി ആദരിക്കേണ്ട ഒരു ചടങ്ങാണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നതിനപ്പുറത്തേക്ക് മാതാ അമൃതാനന്ദമയിയുമായി അല്ലെങ്കിൽ മഠവുമായിട്ടുള്ള ഒരു ബന്ധം ഇടതുപക്ഷത്തിന് വളരെ അടുത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ മഠത്തിൻ്റെ പിന്തുണ ഉള്ളത് ഇടതുപക്ഷത്തിനാണ്. അങ്ങനെ ഒരു സന്ദേശം കൂടി, പ്രത്യേകിച്ച് തീരദേശ മേഖലയിലൊക്കെ വലിയ സ്വാധീനമുള്ള ഒരാൾ കൂടിയാണ് അമൃതാനന്ദമയി. നമുക്കറിയാം 2014 കൈരളി TVയിൽ ഇപ്പോഴത്തെ രാജ്യസഭാ MP ആയ ജോൺ ബ്രിട്ടാസ് ആശ്രമത്തിലെ ഒരു മുൻ അന്തേവാസിയായ ഗെയിൽ ട്രേഡ്വെൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ലണ്ടനിൽ പോയി ഇന്റർവ്യൂ നടത്തുകയും അവർ ആശ്രമത്തിനെതിരെ ചില ലൈംഗിക ആരോപണങ്ങളുമൊക്കെ പീഡന ആരോപണങ്ങളുമൊക്കെ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അന്ന് വലിയ വിവാദമൊക്കെ ആയിരുന്നതാണ്. അത് എന്തിനാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി പോയതെന്നും ഇത് ആശ്രമത്തെ മനഃപൂർവ്വം തേജോവധം ചെയ്യാനാണ് എന്ന മട്ടിലേക്കുള്ള വലിയ ആക്ഷേപങ്ങളുമൊക്കെ ഉയർന്നിരുന്നു. അന്ന് VS അച്യുതാനന്ദൻ പരസ്യമായി തന്നെ ഈ നീക്കത്തിനെതിരെ രംഗത്ത് വരികയും അമൃതാനന്ദമയിയെ പോലെ പിന്നാക്ക സമുദായത്തിൽ നിന്ന് വരുന്ന ആത്മീയ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഒരു സ്ത്രീയെ ഈ തരത്തിൽ ഇപ്പോൾ അധിക്ഷേപിക്കേണ്ടതില്ലായിരുന്നു എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും പാർട്ടിക്കുള്ളിലെ തർക്കമായിട്ടൊക്കെ അത് മാറുകയും ഒക്കെ ചെയ്തതാണ്. അതേ CPM തന്നെയാണ് ഇപ്പോൾ അമൃതാനന്ദമയിയെ ആദരിക്കുവാൻ വേണ്ടി അവിടെ രണ്ട് പ്രധാനപ്പെട്ട മന്ത്രിമാരെ അയക്കുന്നത്. ഇത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു മതത്തിലെ വിവിധ സമുദായങ്ങളുമായി വളരെ അടുത്ത ബന്ധമാണ്, അല്ലെങ്കിൽ അവർ ഒപ്പം നിൽക്കുന്നത് ഇടതുമുന്നണിക്കൊപ്പമാണ്, സർക്കാരിനൊപ്പം നിൽക്കുകയാണ് എന്നുള്ള ഒരു വ്യക്തമായ സന്ദേശം അത്തരമൊരു നീക്കം കൃത്യമായി തന്നെ നടത്തുകയാണ്. സാധാരണഗതിയിൽ മുമ്പൊക്കെ UDFും കോൺഗ്രസുമാണ് ഇത്തരത്തിൽ സമുദായ സംഘടനകളെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ പിന്തുണയോടുകൂടി മത്സരിക്കുക, അവരെയൊക്കെ പിന്തുണ ഉറപ്പാക്കുക എന്നുള്ള നിലപാടൊക്കെ സ്വീകരിച്ചിരുന്നത്. പല ഘട്ടങ്ങളിലും മുൻപൊക്കെ ഈ സമുദായ സംഘടനകളുമായി അതിരൂക്ഷമായ ഏറ്റുമുട്ടലുകൾ ഉയർത്തിയിരുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ഒരു ഘട്ടത്തിൽ മാത്രം ഏറ്റുമുട്ടലുകൾക്കൊന്നും തയ്യാറായിട്ടില്ല ഈ അടുത്ത കാലഘട്ടങ്ങളിലൊന്നും തന്നെ. പക്ഷേ CPM അങ്ങനെ ആയിരുന്നില്ല. ഈ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന 2016 അന്ന് വെള്ളാപ്പള്ളി നടേശനെതിരെ VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ അതിനിശ്ചിതമായ വിമർശനങ്ങൾ കേരളത്തിലാകമാനം മൈക്രോ ഫിനാൻസ് ഒക്കെ അടക്കം ഉന്നയിച്ചു നിന്നൊരു പാർട്ടിയാണ്. പാർട്ടി പൂർണ്ണമായും അന്ന് ചെയ്ത കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങി പുതിയൊരു നയതന്ത്രം ഉപയോഗിക്കുന്നു എന്ന് വേണം കരുതാൻ. ശരി കിരൺ, ഞാൻ തിരികെ വരാം.